നമസ്കാരം. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള എള്ളുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിവിടെ എള്ള് അരച്ചുകൊണ്ടുള്ള എള്ളുണ്ടയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് ഏകദേശം 1/2 കിലോയോളം, ഏകദേശം 500 ഗ്രാമോളം എള്ളാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി ഫ്രൈ പാനിലിട്ട് നന്നായി ചൂടാക്കി പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം എള്ളിൻ്റെ പകുതി അളവ് പുഴുക്കല്ലരി, പച്ചരി എടുക്കരുത്, പുഴുക്കല്ലരി ഇതുപോലെ തന്നെ വറുത്ത് എടുക്കുക. എള്ളിനേക്കാൾ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ അരി വറുത്തെടുക്കാനായിട്ട് കേട്ടോ. നമ്മുടെ അരി ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി എള്ളുണ്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനായിട്ട് നമ്മളിവിടെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 4 അച്ചോളം ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഉരുകാനായിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ എള്ളും അരിയും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ചൂടാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് പൊടിക്കാനായിട്ട് നോക്കാം. നമ്മുടെ ശർക്കര ഇവിടെ ഉരുകി വരുന്നതേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് അരിയും എള്ളും പൊടിച്ചെടുക്കാം. ഇവിടെ നമ്മൾ അരിയും എള്ളും സെപ്പറേറ്റ് ആയിട്ടല്ല പൊടിക്കുന്നത്, ഒരുമിച്ചാണ് പൊടിക്കുന്നത്. നമുക്കറിയാം എള്ള് പൊടിക്കുമ്പോൾ അതിലത്തെ ഓയിൽ കണ്ടൻറ്റ് പുറത്ത് വന്നിട്ട് അതൊരു കട്ടയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് വറുത്ത അരിയും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ പൊടിക്കാനായിട്ട് പോകുന്നത്. മുഴുവനായിട്ട് പൊടിക്കരുത്, ഏകദേശം അരിയുടെ ഒരു തരിയോട് കൂടിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ടേസ്റ്റിനായിട്ട് നമ്മളൊരു 1/2 മുറി തേങ്ങ ചിരകിയത് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ചിരകിയ തേങ്ങയാകുമ്പോൾ നമുക്ക് വലിപ്പം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നത്. അതിലെ ഈർപ്പം മാറാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് ചൂടാക്കി അതിലെ വെള്ളം ഒന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഡ്രൈ ആക്കിയ നാളികേരം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന എള്ള് അരി മിശ്രിതത്തിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാനായിട്ട് നോക്കാം. നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യാത്തത് കേട്ടോ. നാളികേരവും അരിയും എള്ളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഈ മിശ്രിതത്തിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനനുസരിച്ച് താഴെ ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യേണ്ടതാണ് കേട്ടോ. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം സഹിക്കാവുന്ന ചൂടോട് കൂടിയിട്ട് നമുക്ക് കൈകൊണ്ട് ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. എള്ളുണ്ട ഉരുട്ടുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് പകരമായിട്ട് കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ ഉണ്ടെങ്കിൽ ആ എള്ളെണ്ണയോ കയ്യിൽ തിരുമിയതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. മറ്റു ഓയിലുകൾ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. എള്ളെണ്ണയാണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ എള്ളുണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള എള്ളുണ്ട അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 30ഓളം എള്ളുണ്ട നമുക്ക് ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള എള്ളുണ്ട ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഫ്രിഡ്ജിലാണെങ്കിൽ ഏകദേശം 20 ദിവസം വരെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കാം. താങ്ക്